ഹലോ രാജ, ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് കാണിക്കാം കേട്ടോ. ഇത് ഞാൻ കുറച്ചധികം ദിവസങ്ങൾക്ക് മുമ്പ് എടുത്തു വെച്ച വീഡിയോ ആണ്. പിന്നെ എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ള മടി കാരണം അങ്ങനെ നിന്നാണ് കേട്ടോ. ഇന്നത്തെ ഗോൾ എന്ന് പറയുന്നത് റീസെറ്റിംഗ് ആണ്. അത് സംഭവം എന്താ വെച്ചാൽ, എനിക്ക് എക്സാം ഉണ്ടായിരുന്നു ഫെബ്രുവരി 8-നും 9-നും. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് ഞാനിങ്ങനെ വർക്കൊക്കെ ചെയ്യൽ നിർത്തിയിട്ട് പിന്നെ എക്സാം കഴിഞ്ഞിട്ടൊക്കെ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ലേനു. ആദ്യത്തെ അതേപോലെ വർക്കൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇനിയുള്ള ഡേയ്സൊക്കെ എനിക്ക് പണ്ടത്തെ അതേപോലത്തെ റൊട്ടീനിൽ തന്നെ കൊണ്ടുവരണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. എനിക്കെന്തേലും ഇതേപോലെ എക്സാംസൊക്കെ വന്നാൽ ഞാൻ വർക്ക് ചെയ്യലും ക്രാഫ്റ്റ് ചെയ്യലൊക്കെ നിർത്തിയാൽ പിന്നെ പണ്ടത്തെ അതേ പാത്തിലേക്ക് തന്നെ എത്താൻ എനിക്ക് അത്യാവശ്യം നല്ല പോലെ തന്നെ ടൈം എടുക്കലുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ ചെയ്യാറുള്ളത് ജസ്റ്റ് എന്തെങ്കിലും വീഡിയോ എടുക്കുകയോ അല്ലെങ്കിൽ പിൻട്രസ്റ്റിൽ സ്ക്രോൾ ചെയ്തിട്ട് എന്തെങ്കിലും വലിയ DIYs ഒക്കെ സെലക്ട് ചെയ്തിട്ട് അത് ചെയ്യും. പിന്നെ അത് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പണ്ടത്തെ അതേപോലെ ആ ഒരു പാർട്ടിൽ വരാറാണ് ചെയ്യാറുള്ളത്. എനിക്കെന്താണെന്നറിയില്ല, എക്സാമിൻ്റെ ടൈം ആകുമ്പോൾ കുറേ ഐഡിയാസ് വരാറുണ്ട്. അപ്പോൾ അതൊക്കെ ഓർത്തെടുത്തിട്ട് ഒരു ടു ഡു ലിസ്റ്റ് പോലെ ജസ്റ്റ് എഴുതാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലത്തെ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് തുടങ്ങാനാണ് വിചാരിക്കുന്നത്. ഞാൻ രാവിലെ ഒരു 10 മണി 10:30 ആവോളം പുറത്തു കൂടെ അങ്ങനെ നടക്കാറാണ് ചെയ്യാറ്. എൻ്റെ വീടിൻ്റെ അടുത്തൊക്കെ എൻ്റെ റിലേറ്റീവ്സിൻ്റെ വീട് തന്നെയാണ്. അപ്പോൾ അതിൽ കൂടെ ഒക്കെ ഒന്ന് പോയി വരും. ആദ്യം ചെയ്യാനുള്ളത് ഡെസ്ക് ക്ലീൻ ചെയ്യാന്നുള്ളതാണ്. അത്യാവശ്യം നല്ല പോലെ തന്നെ പൊടി ഉണ്ടായിരുന്നു. ഞാൻ സാധാരണ ഓരോ വീക്ക് വരുമ്പം ക്ലീൻ ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്പോൾ ഒരു മാസം എന്തോ ആയിട്ടുണ്ട് ഞാൻ ക്ലീൻ ചെയ്തിട്ട്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊടിയുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം അതൊക്കെ ഒന്ന് ജസ്റ്റ് ക്ലീൻ ആക്കി കൊടുക്കാം. അടുത്ത കാര്യം പ്ലാന്റ്സൊക്കെ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഞാൻ ഓവർ വാട്ടറൊക്കെ ചെയ്തിട്ട് അതിലത്തെ കുറച്ചെണ്ണമൊക്കെ ചീഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ചും കൂടെ ആഡ് ചെയ്യുക, പിന്നെ സോയിലൊക്കെ ഒന്ന് ജസ്റ്റ് മാറ്റി കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ആ ഒരു വേറെ പോട്ടിൽ ഒരു എക്സ്ട്രാ പ്ലാന്റും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഒരു മെയിൻ ഹോബിയാണ് വീട്ടിനകത്ത് കുറേ പ്ലാന്റ്സ് കൊണ്ടുവയ്ക്കും. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ചെയ്യും. എന്നിട്ട് അത് മാറ്റിയിട്ട് വീണ്ടും വേറെ പ്ലാന്റ്സ് കൊണ്ടേക്കും. എനിക്ക് റൂമിനകത്ത് കുറേ പ്ലാന്റ്സ് ഇരിക്കുന്നതാണ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ പ്ലാന്റ്സ് സെലക്ട് ചെയ്യുമ്പോൾ ലീവ്സ് എല്ലാം ഭയങ്കര ലൈറ്റായിട്ട് നിയോൺ ഷെയ്ഡ്സിലുള്ള ലീവ്സുള്ള പ്ലാന്റ്സാണ് സെലക്ട് ചെയ്യല്. കാരണം അതൊരു ക്യൂട്ട് വൈബ് തരും. അപ്പോൾ ഞാൻ നിയോൺ പോത്തോസും അതേപോലെ ഒരു ഫേണും ആണിപ്പോൾ പ്ലാന്റ് ചെയ്തിട്ടുള്ളത്. ഇനിയുള്ളത്, ഞാൻ ഫോം ബോർഡ് വെച്ചിട്ട് ഒരു ഷെൽഫ് ഉണ്ടാക്കിയിരുന്നു ഇങ്ങനെ വാളിൽ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അത് എനിക്കെന്തോ ഓവർ സൈസ്ഡ് ആയ പോലെ തോന്നി. അപ്പം അതിൻ്റെ 2 സൈഡിലും ഞാൻ കുറച്ച് കട്ട് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. ആദ്യം കുറച്ച് വലുതായതുകൊണ്ട് തന്നെ ആ ഫോം ബോർഡിൻ്റെ വെയ്റ്റും പിന്നെ അതുമ്മ വെക്കുന്ന സാധനങ്ങളുടെ വെയിറ്റൊന്നും ആകെ 2 കാലല്ലേ ഉള്ളൂ. അപ്പോൾ അതിന് ബാലൻസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അത് ഇടയ്ക്കിടയ്ക്ക് ചാടിപ്പോരലുണ്ടായിരുന്നു. ഞാൻ പിന്നെ സ്റ്റിക്ക് ചെയ്യും, പിന്നെയും ചാടിപ്പോരും, അങ്ങനെയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ജസ്റ്റ് സൈഡ്സൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ച് നോക്കുക, നിൽക്കുന്നുണ്ടോ ഇല്ലയോ നോക്കുക വിചാരിച്ചിട്ടാണ് ഇപ്പോൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ പോന്നിട്ടൊന്നുമില്ല കേട്ടോ. ഇപ്പം പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഞാൻ ഈ ഷെൽഫ് ഉണ്ടാക്കിയതിന് ശേഷം അതിന് വെക്കാൻ വേണ്ടിയിട്ടൊരു ലാമ്പ് സെറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഈ ഷെൽഫ് ചാടിയ സമയത്ത് അതും ചാടിയിട്ട് ഞാൻ സ്റ്റിക്ക് ചെയ്ത പോർഷൻസൊക്കെ വിട്ടു പോന്നിരുന്നു. അപ്പോൾ ആദ്യക്കുന്നത് റീസെറ്റ് ചെയ്തിട്ട് അതുമ്പോൾ തന്നെ വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതിൻ്റെ ഉള്ളിലൊരു
ക്യാൻഡിൽ വെക്കുന്നൊരു ലാമ്പാണ് കേട്ടോ. ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെ യൂസ് ചെയ്യുന്നത് കാണിക്കാം. എനിക്ക് പെട്ടെന്ന് വന്നൊരു ഐഡിയയിൽ ഞാൻ കുറച്ച് കാർഡ്ബോർഡ് പീസസും കുറച്ച് സ്ട്രോക്ക് യൂസ് ചെയ്തിട്ട് ചെയ്തൊരു മിനിമൽ ലാമ്പാണ്. അത്രയ്ക്ക് പണിയൊന്നുമില്ല ചെയ്യാൻ, ഭയങ്കര സിമ്പിളായിട്ട് തന്നെ ചെയ്യാം. അടുത്ത് ചെയ്യാനുള്ളത് ഞാൻ കുറേ കാലമായിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒന്നാണ്, ക്രോഷ്യ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ട്യൂലിപ്പ് ചെയ്യാന്നുള്ളത്. അപ്പോൾ അതിനുള്ള യാൺ എൻ്റെ കയ്യിലില്ലേനു. അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്, ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നൊരു ക്രോഷ്യറ്റ് DIY ഉണ്ടായിരുന്നു. അപ്പോൾ അതിമത്തെ യാണെല്ലാം ഊരിയിട്ടാണ് ഇപ്പോൾ ട്യൂലിപ്പ് ചെയ്യുന്നത്. ഇത് ഞാൻ കുറേ ടൈം എടുത്തിട്ട് കേട്ടോ കംപ്ലീറ്റ് ചെയ്തത്. ആദ്യം ഞാൻ ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ വലിപ്പം കുറച്ച് കൂടിപ്പോയി. എന്നിട്ട് ഞാൻ ആദ്യക്കുന്നതെല്ലാം ഊരിയിട്ട് പിന്നെ രണ്ടാമത് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു മണിയൊക്കെ ആയപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാൻ പോയി. എന്നിട്ട് ഫുഡ് കഴിച്ചതിന് ശേഷമാണ് കേട്ടോ ബാക്കിയൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ട്യൂലിപ്പിൻ്റെ ഫ്ലവർ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സ്റ്റെമ്പും ലീഫും കൂടെ ചെയ്യാം. ലീഫും ക്രോഷ്യറ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യാറുള്ളത്. പക്ഷെ അത് ഞാൻ എങ്ങനെ ചെയ്യാനുള്ളതെന്ന് പഠിച്ചിട്ടില്ല. അപ്പോൾ അത് പഠിച്ചിട്ട് പിന്നെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ സ്റ്റെമ്പ് ചെയ്തിട്ട് ലീഫ് പേപ്പറിൽ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്നൊരു സ്റ്റാർബക്സിൻ്റെ ബോട്ടിലാണ് അത് വെച്ചിട്ടുള്ളത്. ഇനി 2 ട്യൂലിപ്സും കൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് നോക്കിയിട്ട് ഇതുമത്തെ സ്റ്റിക്കറൊക്കെ പറിച്ചിടാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം എനിക്ക് ആ ബോട്ടിൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതിൽ തന്നെ ഇട്ട് വെക്കുന്നതിന് ഫിക്സായിട്ട് വേണം അതുമത്തെ സ്റ്റിക്കറൊക്കെ പറിക്കാൻ. ടൈം ഇത്രയും ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനി ബാക്കിയൊക്കെ നൈറ്റിൽ ചെയ്യാമെന്ന്. ഈവനിങ്ങും മോർണിംഗത്തെ പോലെ തന്നെ പുറത്തു കൂടെ നടക്കാറാണ് ചെയ്യാറുള്ളത്. ഇത് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ജ്വല്ലറീസൊക്കെ വെക്കുന്നൊരു ഓർഗനൈസറാണിത്. അപ്പോൾ അതിൻ്റെ മേലത്തെ സ്റ്റിക്ക് പൊട്ടിപ്പോന്നിട്ടുണ്ടായിരുന്നു. കുറേ ആയി പോന്നിട്ട്, പക്ഷേ അത് ഒട്ടിക്കാനുള്ളൊരു മൈൻഡ് വന്നിട്ടില്ലേനു ഇതുവരെ. അപ്പോൾ അത് ഇന്ന് ചെയ്യണം എന്നുള്ളതുകൊണ്ട് ഞാനത് ടു ഡു ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ 2 പെൻസിലിൻ്റെ അറ്റം കട്ട് ചെയ്തിട്ട് പെൻസിൽ യൂസ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഓർഗനൈസറാണ്. ഇന്നെനിക്ക് മെയിനായിട്ട് ചെയ്യണം എന്നുള്ളൊരു കാര്യം ആർട്ട് ബ്ലോക്ക് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ അതൊന്ന് റെഡിയാക്കണം എന്നുള്ളതാണ്. ഞാൻ എന്തെങ്കിലുമൊക്കെ വരച്ചിട്ട് കുറേ ദിവസമായി. കുറേ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ ഇയർ തുടങ്ങിയിട്ട് ഞാൻ അങ്ങനെ വരച്ചിട്ടേ ഉണ്ടാവില്ല. സ്കൂളത്തെ എക്സാമൊക്കെ വരുന്നതിൻ്റെ മുന്നേ നിർത്തിയാണ്. അതെന്താ എനിക്കറിയില്ല. ശരിക്കും എനിക്ക് ഈ പെയിൻറ്റ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവം. പക്ഷേ എന്തോ വന്നിട്ടത് സ്റ്റക്കായി. അപ്പോൾ എനിക്കത് റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇന്നൊന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് മാത്രം പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം അത്യാവശ്യം ലൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് കിടക്കാനുള്ള ടൈമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്.
ഇന്ന് ചെയ്യാൻ വിചാരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയുള്ള ഡേയ്സൊക്കെ ഇതേപോലെ ക്രിയേറ്റീവായിട്ട് പോകുമെന്നാണ് വിശ്വസിക്കുന്നത്. ഇനിയൊരു സ്കൂളത്തെ എക്സാം വരുന്നുണ്ട്, അപ്പോൾ സ്റ്റെക്കാവുമോ നിങ്ങൾക്കറിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് സബ്സ്ക്രൈബ്. ബൈ.